വിചാരധാര 5. ഒളിച്ചോടരുത്. ഒളിച്ചോടൽ എന്നത് ഒരു രക്ഷപ്പെടൽ തന്ത്രമാണ് എന്ന് ആർക്കാണ് അറിയാത്തത്? ധൈര്യശാലികൾ ഒരിക്കലും ഒളിച്ചോടുകയില്ല. ഒരു പ്രശ്നമുണ്ടായാൽ ധൈര്യശാലി അതിനെ ആർജവത്തോടെ നേരിടും. ജയിക്കുമോ തോൽക്കുമോ എന്നത് അയാൾക്കൊരു പ്രശ്നമല്ല. അതെ, ഒളിച്ചോടുന്നവൻ ഭീരുവാണ്. ഭഗവത്ഗീതയിൽ 18 അധ്യായങ്ങളുണ്ട്. അതിലാദ്യത്തെ അധ്യായം അർജുന വിഷാദയോഗമാണ്. കുരുക്ഷേത്രത്തിൽ യുദ്ധസന്നദ്ധരായി വന്നവരിൽ തൻ്റെ പിതാമഹനും ഗുരുക്കന്മാരും അമ്മാവന്മാരും സഹോദരന്മാരും പുത്രന്മാരും സ്നേഹിതന്മാരുമൊക്കെ ഉണ്ടെന്ന് കണ്ട് അർജുനൻ വിഷാദമൂകനായി തൻ്റെ ഗാണ്ഡീവവും അമ്പുകളും താഴെ വെച്ച് തേർത്തട്ടിൽ ഇരുന്നു. തന്നെക്കൊണ്ട് യുദ്ധം ചെയ്യാൻ നിർവാഹമില്ല എന്നും തൻ്റെ ശരീരം തളരുന്നു എന്നും ഗാണ്ഡീവം കയ്യിൽ നിൽക്കുന്നില്ല എന്നും ശ്രീകൃഷ്ണനോട് കേണപേക്ഷിച്ചു. തനിക്ക് വിജയിയാകണമെന്ന് യാതൊരാഗ്രഹവുമില്ലെന്നും സ്വന്തം ഗുരുക്കന്മാരെ യുദ്ധത്തിൽ വധിച്ചിട്ട് എന്ത് സുഖമാണുള്ളതെന്നും ചോദിച്ചു. ഇവിടെ നാം ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. അർജുനൻ ഒരിക്കലും ഒരു ഭീരുവല്ല. ഗുഡാകേശനാണ്, ഉറക്കമില്ലാത്തവൻ, നിരന്തരമായ വിദ്യ തുടർ പഠനത്തിനായി ഉറക്കമിളച്ച് അധ്വാനിക്കുന്നവൻ. അങ്ങനെയുള്ള അർജുനൻ എങ്ങനെ ഭീരുവാകും? എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഏത് ധൈര്യശാലിയും ഒന്ന് മടിച്ചേക്കാം, ഒന്ന് ശങ്കിച്ചേക്കാം. അത് ഒളിച്ചോട്ടമല്ല. ഈ ശങ്കാവിഷം അർജുനൻ എന്ന മഹാധൈര്യവാനെ ഗ്രസിച്ചപ്പോൾ കൃഷ്ണൻ അവിടെ രക്ഷയ്ക്കായി എത്തി. ഭഗവാൻ പറഞ്ഞു, ഈ ആത്മാവിന് ജനനവും മരണവുമില്ല. ഏതു വിധത്തിൽ മനുഷ്യൻ പഴയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പുതിയവ ധരിക്കുന്നുവോ അതുപോലെ തന്നെ ആത്മാവ് പഴയ ശരീരങ്ങൾ ഉപേക്ഷിച്ച് പുതിയവ സ്വീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിന്റെ വേണ്ടപ്പെട്ടവരെ നീ വധിക്കുന്നു എന്ന് കരുതേണ്ട കാര്യമില്ല. അർജുന, തേർത്തട്ടിൽ നിന്ന് എഴുന്നേൽക്കൂ, എന്നിട്ട് യുദ്ധം ചെയ്യൂ. കാരണം അതാണ് നിന്റെ ഇപ്പോഴത്തെ കർത്തവ്യം. ഇവിടെ ശ്രീകൃഷ്ണനാണ് ശങ്കിച്ചു നിന്ന അർജുനനെ ഉത്തേജിതനാക്കി യുദ്ധസജ്ജനാക്കുന്നത്. സാധാരണ മനുഷ്യന് സ്വന്തം കടമയിൽ നിന്ന് ഒളിച്ചോടാൻ തോന്നുമ്പോൾ ശ്രീകൃഷ്ണൻ്റെ സ്ഥാനത്ത് തൻ്റെ ആർജവമാണ് അവനെ ഉത്തേജിപ്പിച്ച് കർത്തവ്യ നിർവഹണത്തിന് സജ്ജമാക്കുന്നത് എന്നുള്ള വ്യത്യാസമേയുള്ളൂ. ജീവിതത്തിൽ മനുഷ്യൻ സദാ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കും. വെല്ലുവിളികൾ ഉണ്ടായെങ്കിൽ മാത്രമേ വിജയവഴി തുറക്കുകയുള്ളൂ. കാരണം വെല്ലുവിളികൾ തന്നെയാണ് വിജയത്തിലേക്കുള്ള വഴികൾ. പ്രവർത്തനനിരതനായ ഒരാൾക്ക് മാത്രമേ വെല്ലുവിളികൾ നേരിടേണ്ടി വരികയുള്ളൂ. പ്രവൃത്തി ചെയ്യുന്നത് മനുഷ്യധർമ്മമാണ്. ഓരോ ദിവസവും ഉണർന്നെണീറ്റ് 4 നേരം സുഭിക്ഷമായി ആഹാരം കഴിച്ച ശേഷം രാത്രിയിൽ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്നവൻ അവൻ്റെ സ്വധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ച് ജീവിക്കുകയാണ്. അങ്ങനെയുള്ള ധാരാളം പേർ നമ്മുടെ ഇടയിലുണ്ട്. അത് ഒരു ഒളിച്ചോട്ടമാണ്. തോൽവി ഭയന്നാണല്ലോ ഭീരു ഒളിച്ചോടുന്നത്. എന്നാൽ എന്തിനാണ് തോൽവിയെ ഭയക്കുന്നത്? തോൽവിയും ജയവും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ മാത്രമാണ്. ജീവിതത്തിൽ ഒരാൾ സ്ഥിരമായി തോൽക്കുന്നില്ല, സ്ഥിരമായി ജയിക്കുന്നുമില്ല. രണ്ടും താൽക്കാലികം മാത്രമാണെന്നറിഞ്ഞാൽ പിന്നെ എന്തിന് തോൽവിയെ ഭയക്കണം? ഭഗവാൻ പറയുന്നുണ്ടല്ലോ, അർജുന, നീ നിൻ്റെ കർമ്മം ചെയ്തു കൊള്ളുക, അതിൻ്റെ ഫലത്തെ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല എന്ന്. സ്വന്തം കടമ അല്ലെങ്കിൽ ധർമ്മം മറ്റൊരാളെ ഏൽപ്പിക്കുന്നവൻ ഭീരുവാണ്. അതുപോലെ സ്വന്തം ഉത്തരവാദിത്വം ഉപേക്ഷിച്ച് മറ്റൊരാളുടെ കാര്യത്തിൽ തലയിടുന്നവനും ഭീരുവാണ്. ഈ കാര്യങ്ങളൊക്കെ യുദ്ധഭൂമിയിൽ വെച്ച് കൃഷ്ണൻ അർജുനനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അർജുനൻ സ്വധർമ്മമായ യുദ്ധം ചെയ്യാൻ സന്നദ്ധനായത്. അതിൻ്റെ ഫലമെന്തായി? അർജുനൻ വിജയശ്രീലാളിതനായി എന്നതാണ്. അതുകൊണ്ട് ഒളിച്ചോടാൻ തുടങ്ങുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക. തന്നേക്കാൾ അറിവുള്ളവർ പറയുന്നത് അനുസരിച്ച് സ്വന്തം കർമ്മങ്ങളിൽ നിന്ന്
വ്യതിചലിക്കാതെ മുന്നോട്ട് നീക്കുക, അത്രമാത്രം. ഇനി മറ്റൊരു കാര്യം, ഒളിച്ചോടുന്നവൻ കൂക്കുവിളി കേൾക്കേണ്ടി വരും. അയാൾ സമൂഹത്തിൽ ഒരു ഹാസ്യ കഥാപാത്രമായി തീരും, തീർച്ചയാണ്.